ഒപ്പോളെ കൃഷ്ണഭാഗത്ത് തുടങ്ങിക്കോളൂ, രണ്ടാം പാത ആവുമ്പോഴേക്കും ഞാനങ്ങ് എത്തിക്കോളാം. അല്ല എന്താ ഇപ്പൊ പറഞ്ഞ ഫോണിൽ കൂടെ? സപ്താഹം ഉണ്ട്. ആഹാ, തനിക്കൊരു സർപ്രൈസും ഉണ്ട്. എന്താണ്? ആ നിക്കുന്നു. സന്ധ്യ എന്താ ഇവിടെ? രാജേഷ് തിരുമേനിയുടെ ഭാഷയ്ക്ക് എന്താ ഒരു വ്യത്യാസം? മർമ്മ സ്ഥാനത്ത് വാക്കല്ലാതെ അടി കിട്ടി കഴിഞ്ഞാൽ ആരായാലും തിരുമേനിയാവും. അതെ, നമ്മുടെ നന്ദിനി പ്രസവിച്ചു. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലമായി ഇതിനകത്ത് കിടക്കുന്നു. ഞാൻ വെളിയിലോട്ട് എങ്ങും പോകാറില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ വെക്കരുത്. ഞാൻ ബീഡി വലിച്ചിട്ട് ഒരു പുക പോലും ഇതിന്റെ വെളിയിലോട്ട് വിട്ടിട്ടില്ല. ചേട്ടാ, അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നന്ദിനി പശു പ്രസവിച്ചെന്ന്. നന്ദിനി പശു പ്രസവിച്ചാ? അത് ശരി. ഇപ്പൊ ചേട്ടൻ ഇല്ലാത്തോണ്ട് ഞാനൊക്കെയാ ചാണകം വരുന്നത്. അയ്യേ, ചാണകമൊക്കെ അപ്പൊ നിങ്ങളാ വരുന്നേ? പിന്നെ അല്ലാതെ പശു ചാണകം ഇട്ടിട്ട് പശു എന്നെ ബ്ലഷ് ചെയ്ത് കളയോ? ചാണകം നമ്മളിത് വാരി മാറ്റണ്ടേ ഇത്? അത് മാത്രമല്ല, പശുവിനായിട്ട് പ്രത്യേകിച്ച് ഒരു കക്കൂസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂല. ഈ പശു എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഒന്നിരിക്കാൻ പറ്റുമോ പശുവിന്? പറ്റൂല. അത് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാ. സാറിനറിയോ, എന്റെ ചേട്ടൻ പണ്ടാണെങ്കിൽ ഒരു ഇത്തിരി പോലുള്ള ഒരു കറിവേപ്പിന്റെ തൈ കൊണ്ടുവന്ന് നട്ടായിരുന്നേ. ഇപ്പൊ അത് വളർന്ന് വലിയ മരമായി ചേട്ടാ. പിന്നെ അതിന്ന് കറിവേപ്പില എടുത്തിട്ട് ഇപ്പൊ ഞാൻ കറി വെക്കുന്നത്. ഈ കറിവേപ്പില നിങ്ങളെ വീടിന്റെ മുറ്റത്ത് കറിവേപ്പിലക്ക് ഭയങ്കര ഒരു ചരിത്രമുണ്ട്. എന്താണ് സാറേ? അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കാൻ വന്നപ്പോഴത്തേക്ക് അവർ ഏലവും കുരുവളവും മാത്രമേ കണ്ടോളൂ. പിന്നെ ഇത് കണ്ടുപിടിച്ചത് ഇറാഖിൽ നിന്ന് അവിടുത്തെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ വന്നു. പേര് സുനിൽകുമാർ. ഇറാഖ് ഉദ്യോഗസ്ഥനിടാൻ പറ്റിയ പേര് സുനിൽകുമാർ. ഈ സുനിൽകുമാർ ഇവിടെ വന്ന് കറിവേപ്പില അങ്ങ് കൊണ്ടുപോയി. ഇത് വാണിജ്യ മേഖലയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടാ. അതുകൊണ്ടാണ് ഇപ്പൊ ഇറാഖും കുവൈറ്റും കൂടെ യുദ്ധം തുടങ്ങി. ഭയങ്കര യുദ്ധമായിരുന്നു സാറേ. ഇതേ ഈ സംഭവം നമ്മുടെ ഈ കരിയേപ്പിലയുടെ കാര്യം ഇത് വെളിയിൽ വിടണ്ട കേട്ടോ. അയ്യോ, അത് ഒന്നും വേറൊന്നും കൊണ്ടല്ല. ഈ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിന് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന കരിയേപ്പിലയാണ് പ്രശ്നം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. മാത്രമല്ല, ഇറാനും ഇറാഖും കൂടി എവക്കൊരു പേര് വിടും, ഇന്ത്യൻ നുണച്ചിന്ന്. അത് വിഷയമല്ലേ? അത് വിഷയമാണ്. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. നമ്മളിൽ ഒതുങ്ങി നിന്നാ മതി സംഭവം. കരിയടാ, നീ ഒരു കാര്യം ചെയ്യണം. ഈ നിന്റെ ഭാര്യയെ വിളിച്ച് കുടുംബത്തെ പോണം. നിനക്കിപ്പോ നല്ല സമയമാണ്. ആ സാറിന് എങ്ങനെ മനസ്സിലായി? കണ്ടാ പരുന്ത് വട്ടോട്ട് പറക്കുന്ന കണ്ടാ? പിന്നെ പരുന്ത് വട്ടമിട്ട് പറക്കാ ജെട്ടിയിട്ട് പറക്കൂ? ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ സാറേ? അതൊക്കെ ഒരു വലിയ കാരണമാക്കി എടുക്കണം സാറേ. എനിക്ക് സമയം കിട്ടാൻ പൊക്കോളൂ സാറേ. എന്റെ പൊന്നു സാറേ, 10 പേര് അറിഞ്ഞാ എന്നെ ഇങ്ങാറൂടെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. തന്നെ കറക്റ്റ് 10 പേരുണ്ടായിരുന്നു. 10 പേര്. അതെ, ഈ ബെവള ബന്ധുക്കാർ 10 പേര് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കമ്പും വടിയായിട്ട്. ഞാൻ ചെന്ന് ഇറങ്ങി കൊടുത്ത് അപ്പഴേ പിടിച്ച് കെട്ടിച്ച്. അപ്പൊ ഈ നിലവിളക്ക് വെച്ച് സ്വീകരിച്ചൊന്നുമില്ല നിന്നെ? നിലവിളക്കൊന്നുമില്ലായിരുന്നു. എവളെ അമ്മ ടയർ കട്ട് ചെയ്തിട്ട് കത്തിച്ച് പിടിച്ച് ഇങ്ങനെ. അത് തന്നെ. അപ്പൊ ഈ കതിർ മണ്ഡപത്തിന് ചുറ്റും ബലമൊന്നും വെച്ചില്ലേ? എവളെ കൈയും പിടിച്ച് എവളെ കക്കൂസിന് ചുറ്റും 4 റൗണ്ട് ഒന്ന് ഓടിയിട്ട് വന്ന് ഇനി കല്യാണം. അതായിരുന്നു കല്യാണം. അപ്പൊ ഹണിമൂണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജില്ലാശുപത്രി പോകൂലേ, ഗവൺമെന്റ് ആശുപത്രി, അതേ അവസ്ഥയായിരുന്നു. അതായത് നമ്മുടെ ഹണിമൂൺ റൂം ഇവിടെ, തൊട്ടപ്പുറത്ത് ഇവളെ മുത്തച്ഛൻ കിടക്കുന്ന വില്ലൻ ചുമയായിട്ട്. ഭയങ്കര ചുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചുമ. തൊട്ടപ്പുറത്ത് ഇവളെ ഒരു അമ്മുമ്മ, മുത്തശ്ശി ഭയങ്കരമായിട്ട് ഈ മുറുക്കാനിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇടിയല്ല, വിയറ്റ്നാം കോളനിയിൽ ഫയലിംഗ് കിടക്കൂലേ, അതുപോലത്തെ ഇടി. ഈ വില്ലൻ ചുമയുടെയും ഈ ഫയലിംഗിന്റെ ഇടയിലാണ് നമ്മൾ രണ്ടുപേരുടെ ഹണിമൂൺ. ഇതിനിടയിൽ സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടണ്ടേ? ഇത് നിൽക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ പെട്ടെന്ന് ടെൻഷനുണ്ട്. ആദ്യമായിട്ട് കാണുകയാണെന്ന് ആ സമയത്ത്. അപ്പൊ ചോദിച്ച് പേരെന്താന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ തിലകന്റെ സൗണ്ടിൽ ഒരു വെളിയുന്നൊരു സംസാരം, സുകുമാരക്കുറിപ്പാടാന്ന് പറഞ്ഞിട്ട്. എവിടെ അച്ഛൻ ഈ വാതിലിൽ ഇങ്ങനെ പടിയിൽ തലയെ വെച്ച് ഇങ്ങനെ കിടക്കുമല്ലായിരുന്ന. അങ്ങനെ എല്ലാം കൊണ്ട് ഹണിമൂൺ കേമായിരുന്നു. സാറേ, അതൊന്നും അല്ല കാര്യം. മാറ്. ഞാർക്ക് എന്റെ അച്ഛനെ കണ്ണിന്റെ ദൃഷ്ടിക്ക് കണ്ടുകൂടാ. എന്റെ അച്ഛൻ എന്ന് ഡോക്ടറേറ്റ് എടുത്തോ അതിനുശേഷം ഇങ്ങനെ കുശുമ്പാ സാറേ. ഡോക്ടറേറ്റ് എടുത്ത തന്തേ സാധാരണ ഡോക്ടറേറ്റ് അല്ലേ ഇത്? ഈ പണ്ടുള്ളവർക്ക് ഈ തീക്കരപ്പൻ എന്ന് പറഞ്ഞൊരു സാധനം വരും. തീക്കരപ്പൻ എന്ന് വെച്ചാൽ ഉള്ളംകാലി ഇങ്ങനെ കരപ്പൻ കയറി ഇങ്ങനെ വരും. ഈ കരപ്പൻ പേടിച്ചിട്ട് ഇങ്ങനെ പനിയായിട്ട് ഇങ്ങനെ വിറച്ച് കിടക്കുന്നു. അങ്ങനെ ഞാൻ എടുത്ത് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് സുഭാഷ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറേറ്റ് എടുക്കൂല. അങ്ങനെ സന്തോഷ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറേറ്റ് എടുക്കൂല. അങ്ങനെ പേരറിഞ്ഞൂടാത്ത ഒരു ഡോക്ടറെ കാണിച്ച് പുള്ളി ഇത് ഏറ്റെടുത്ത്. അതിനുശേഷം ഇവിടെ അച്ഛൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഡോക്ടറേറ്റ് എടുത്തതാണ്, ഡോക്ടർ ഏറ്റെടുത്തതാണ്. ഇങ്ങനെയാണ് ഡോക്ടറേറ്റ് എടുക്കുന്നത്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. സാറിനറിയാവോ, എന്റെ അച്ഛൻ ടിപ്പുവിനെ വരെ വെല്ലു വിളിച്ചിട്ടുള്ള ആളാ. സാറിനറിയാവോ? ഞാനിത് അറിഞ്ഞിട്ടില്ലേ? ടിപ്പു വരെ ഇത് അറിഞ്ഞില്ലേ? ഇത് ആ കോട്ടയുടെ പരകോശത്താണ്ട പോയിന്ന് പിറുവിർത്തിട്ട് വന്നെന്ന്. ഒരാളെ വെല്ലുവിളിക്കാൻ ചെല്ലുമ്പോ ഒന്നീ നമ്മൾ നേരത്തെ എന്ന് പറയണം ഇങ്ങനെ വെല്ലുവിളിക്കുകയാണെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും പടമാടത്തെങ്കിലും പറയണം. ഇതാ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. സാറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അയ്യോ, ഇനി കല്യാണം കഴിച്ചൂടാ. ഇനി കുര്യാക്കോസിന്റെ അസുഖമുണ്ടേ. അറേ, കുര്യാക്കോസിന്റെ അസുഖമുള്ള സാറ് കല്യാണം കഴിക്കാതിരിക്കുന്ന സാറേ? സാറിന്റെ കല്യാണം കഴിച്ചോളൂ സാറേ. ഈ കുര്യാക്കോസിന്റെ അസുഖം ഭയങ്കര അസുഖമാണെന്ന്. എന്ത് അസുഖം? ഈ കാലിൽ ഈ ഞരമ്പിങ്ങനെ പിഴച്ചു വരും. അതാണ് കുര്യാക്കോസിന്റെ അസുഖം.
സർവവിജ്ഞാന കോശമേ വെരിക്കോസ്. വെരിക്കോസ് ഇതാണ്. അതാണ് വെരി സാറിന് അപ്പൊ ഈ ജോലി എങ്ങനെ കിട്ടി? പബ്ലിക് സർവീസ് കമ്മീഷനെ വെട്ടിച്ചാണ്ട് മേടിച്ചാണ്. അതെന്തൊരു സംസാരം, അത് നീ എന്തിനാ അങ്ങനെ പറഞ്ഞ? അല്ലെങ്കിൽ കുര്യക്കോസ് ഈ മീറ്ററിൽ ഇവിടെ നടിക്കൂല്ലോ. സാർ ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ സാറേ, വാൾ പോസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെ ഇല്ലയോ? ഇങ്ങനെ ഭയങ്കര അന്ധവിശ്വാസമാ സാറേ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ ചേരൂല്ലെന്ന് എന്റെ അടുത്ത് ജോത്സ്യം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇവള് അയ്യയ്യേ, ഒരു ചെറുപ്പക്കാരെ അന്ധവിശ്വാസിക്കുന്ന അയ്യേ എന്ത് സാറേ? എടാ ഇത് കമ്പ്യൂട്ടർ യുഗമാണ്, നീ അന്ധവിശ്വസിക്കുന്ന എന്തിനാ അത്? എന്ത് സാറേ? എടാ ഇപ്പോഴത്തെ യോയോ പിള്ളേർ ഇത് കേട്ട് നിന്നെ കളിയാക്കുവന്നു. ഛേ. അന്ധവിശ്വാസം കൊണ്ട് നടക്കേ, മോശമാണ് കേട്ടാ. അയ്യോ അങ്ങാട്ടാരും നോക്കല്ലേ എന്ത് സാറേ? ഞാൻ ഒരു ഒറ്റമൈനെ കണ്ടേ, ഇന്ന് അടി ഉറപ്പാണ് എനിക്ക്. ഒറ്റമൈനെ? ഓ എവിടെ? അതുകൊണ്ട് അവിടെ ഞാൻ നോക്കൂല സാർ ഇത്രയും നാൾ പ്രസംഗിച്ച എന്തോ സാറേ? അന്ധവിശ്വാസം പാടില്ല. അല്ല ചിലപ്പോഴൊക്കെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നേ ഉള്ളൂ കേട്ടോ സാറേ. എടാ നീ ഇങ്ങനെ വളവള സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എടാ നിങ്ങൾ ബി ബ്ലോക്ക് ഇല്ലേടാ? എടാ ബി ബ്ലോക്ക് ഇല്ലേ? ആ ബി ബ്ലോക്ക്. അവിടെ നിന്റെ സൂപ്രണ്ടും മറ്റേ ആ ഗുണ്ടയും കിടന്ന് അടിപൊളി എന്തിന്? അത് വേറൊന്നും കൊണ്ടല്ല സാറേ, ഈ സൂപ്രണ്ടും ഗുണ്ടയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഗുണ്ട ചിക്കൻ തീർന്നപ്പോ സൂപ്രണ്ടിന്റെ തള്ളവരൽ പിടിച്ച് കടിച്ചു. ആ ദേഷ്യത്തിന് എവര് തമ്മിൽ ഭയങ്കര അടിയല്ലായിരുന്നോ? പിന്നെ ഭയങ്കര കേട്ടോട് ഞാൻ കേട്ട് കേട്ടാ. സാറിനൊന്ന് പിടിച്ചു മാറ്റി കൂടെ സാറേ. അപ്പൊ ഈ തോക്കാര് പിടിക്കും. ഓ സാറിന് സൂപ്രണ്ടിനെ കാട്ടി വലുതാണല്ലോ തോക്ക്. എന്റെ പൊന്നു രാജേഷ് ചേട്ടാ, ഇവിടെ ഇന്ന് കഥ പറഞ്ഞോണ്ട് നിൽക്കാതെ നിങ്ങൾ മര്യാദയ്ക്ക് എന്റെ കുടുംബത്തോട്ട് വരാൻ നോക്ക്. ഇന്ന് നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ ജന്മത്തെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റത്തില്ല. നിങ്ങളെ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ ഇവിടെ തങ്ങാൻ പോകുന്നു. അങ്ങനെയാണ് ഞാനും കൂടെ വരുന്നുണ്ട്. ആ സെൻട്രൽ ജയിലാണത്, അല്ല ഉടുപ്പി ലോഡ്ജല്ല. ഭാര്യയും ഭർത്താവും കൂടെ അവിടെ കയറി കിടക്കാൻ കേട്ടോ. ഇതൊക്കെ പട്ടാളത്തിലല്ലേ ഉള്ളു സാറേ? അല്ല പട്ടാളത്തിന്റെ കാര്യമല്ലെന്ന്, പിന്നെ ഡിപ്പാർട്ട്മെന്റ് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം. എന്താ സാറേ? എന്റെ പൊന്നേ, ഞായറാഴ്ച അണ്ണാച്ചിടാ